ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഗ്രാനി 3 കളിക്കാൻ പോവുകയാണ്. ഒരു സബ്സ്ക്രൈബർ കളിക്കാൻ പറഞ്ഞു. അപ്പം സബ്സ്ക്രൈബറിൻ്റെ പേര് എമിനൂട്ടൺ എന്നുള്ള ആളാണ്. അപ്പം ഇതിപ്പം എമിനൂട്ടൺ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഗ്രാനി 3 കളിക്കുന്നത്. അപ്പം നമുക്ക് ഈസിയിൽ പിന്നെ ഗ്രാനി മാത്രം ആക്കാം. പിന്നെ സെൻട്രീനെ വേണ്ട. ഓക്കെ, ലോ ക്വാണ്ടിറ്റി വെച്ചാൽ അതാവും. ഹൈ ക്വാണ്ടിറ്റി വെച്ചാൽ അതിങ്ങനെയാവും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇൻട്രോ തുടങ്ങുകയാണ്. നമ്മൾ കയറ് നമ്മൾ വിശാലമായിട്ടൊരു സ്ഥലത്തൂടെ കയറുകയാണ്. ഒരു ക്യാമറയുണ്ട്. ക്യാറ്റ് തുറന്നു. പിന്നെ തുറന്ന് പയ്യെ കയറി. തുറക്കൂ. ഈ ചേട്ടൻ എന്തിനാണ് ഈ തള്ളയുടെ ഒട്ടിപ്പ് കയറി കൊടുത്തത്? അന്നോട്ടിക്കനാണ് ഇത്രയും ഇറങ്ങിയതാണ്. പയ്യെ മുന്തി അടഞ്ഞു. ക്യാറ്റടഞ്ഞു. അവ കുട്ടി നേരെ നല്ലപോലെ നോക്കുന്നുണ്ട്. ചുമ്മാ ആറ്റോമാറ്റിക്കൽ ക്യാമറ ഉള്ളതുകൊണ്ടായിരിക്കും തന്നെ ഓപ്പണായത്. ഓക്കെ, പിന്നെ നടക്കൂ. നടന്ന് വീടിൻ്റെ മേളിൽ നോക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ സാധനം പൊങ്ങിയിട്ടുണ്ട്. ഇവ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുമ്പോൾ പിറകെ സൗണ്ട് കേട്ടു. അപ്പോൾ നടന്ന് എന്താ സംഭവം തന്നെ കയറി മുന്തി ഓടിക്കേറിയപ്പോൾ പിറകെ നിന്ന് മോനെ എന്ന് വിളി കേട്ടു. മോൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇതടക്കണം. ഗ്ലിച്ചടിച്ച് ചോരക്കളമായി കിടന്ന് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഗ്രാനി 3 എന്നുള്ള ഗെയിം ഉണ്ടായത്. Day 1. ഇവിടെ എന്തെങ്കിലും ലോപ്സ്റ്റിക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതോ കിടക്കുന്ന സാധാരണ മേളിലിരിക്കുന്നുണ്ട്. ഇപ്പോൾ താഴെ കിടക്കുന്നു. ജയിച്ചിട്ട് തുറക്കൂ. ഈ ഗ്രാനിക്ക് ലോക്കറൊക്കെ വാങ്ങിച്ചിട്ട് എന്തൊരു ഒന്ന് ഞാൻ താക്കോലെടുത്ത് വാങ്ങിച്ചു തരണം. ലോപ്സ്റ്റിക്ക് വെച്ച് തുറക്കാൻ പറ്റിയ അവിടെ. അപ്പം ഈ ഗ്രാനി വന്ന് നമ്മളെ കൊല്ലയുടെ സമയം കഴിയും. തുറ. ഇവിടെ ഒന്നുമില്ലല്ലോ. ഓക്കെ, നേരെ പോവുക. താഴത്തെ നമ്മളെ പഴയ റിപ്പീറ്റ് തന്നെയാണ്. ഗ്ലിച്ചടിക്കല്ലേ. അതാ പറഞ്ഞ. ഈ പരട്ട റോബോയെ ഞാൻ കൊല്ലും. ഇതെന്തൊരു പച്ചക്കറി മാർക്കറ്റ് നടക്കണം. അമ്മൂമ്മ ഫോട്ടോ വെച്ച് ആൾക്കാരെ വിളിച്ചു വരുത്തേനെ കേട്ടോ. അങ്ങനെ കണ്ട് വന്ന ആളാണ് ഞാൻ. ഇപ്പം ഇങ്ങനെയായി. ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വെറുപിരിക്കാനുള്ള സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. തള്ളിടാൻ വേറെ വഴിയില്ല. തള്ളേ ഗ്രാനി, വേറെ അറിയൂ. തള്ളയെ കാണാനില്ല. അപ്പോൾ പിഞ്ഞും നോക്കുകയാണ്. തള്ളി നോക്കുമ്പോൾ ആരുമില്ല. പിഞ്ഞും സൗണ്ട് ഉണ്ടാക്കുന്നു. പിഞ്ഞും സൗണ്ടാക്കി. തള്ള വന്നു. യെസ്. ഈ കാഴ്ച നമുക്ക് പിറകെ പോയി സൗണ്ട് ഉണ്ടാക്കാം. ഇവിടെ സൗണ്ടാക്കിയത് വരും നോക്കാമേ. വരണം. നമ്മൾ വരുത്തിക്കും. ഇത് എസ്കേപ്പ് ചെയ്യാനൊന്നും പറ്റില്ലെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ കാർ എസ്കേപ്പിന് തന്നെ ഒരു ലോഡ് സാധനം വേണം. ഓടിക്കോ. തള്ള അപ്പുറത്ത് വന്നിട്ട് എണീക്കടാ. എണീക്കാൻ ഭയങ്കര പാടാണ്. നല്ലടിച്ച് ഓടിച്ചാന്ന് തോന്നി. അപ്പോൾ എന്നെ വെടി കൂട്ടിയില്ല. അതുകൊണ്ട് ഇത് നോക്കുന്ന ശരി. ഇവിടെ ഫുൾ അസ്ഥി കൂടമാണ്. എൻ്റെ മുമ്പ് വന്ന ഒരാൾക്കാരാണ് അസ്ഥി കൂടായിട്ട് നിൽക്കുന്നത്. ഇവിടെ വലിയ ഇട്ടിട്ട് പാങ്ക്. അപ്പോൾ സൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ നിന്ന് മേളിലോട്ട് കയറുക. നമ്മളെ മേളിലോട്ട് കയറുമ്പോൾ ഇവിടെ എന്തെങ്കിലും നോക്കാമേ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവോ? യെസ് ഗൈസ്, ബാഡ്ലോക്ക്. എന്തിനാണ് ബാഡ്ലോക്ക് ചെയ്യുന്നത് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇവിടെ ഇട്ടിരിക്കാം. കിട്ടുന്ന സാധനം വെച്ചിരിക്കാം. പാർട്ട് 2 വേണമെങ്കിൽ പറയണം കേട്ടോ. തുറക്കൂല. അതിന് ലോപ്സ്റ്റിക്ക് വേണം. പക്ഷേ എനിക്ക് തുറക്കാൻ മനസ്സില്ല. കാര്യം വെച്ചാൽ തള്ളം തുറന്നു തരും. സ്നേഹപൂർവമായ തള്ളയാണ്. തള്ള വരുന്നില്ല. നോക്കട്ടെ. തള്ളയുടെ മുട്ടത്തറ കാണും. തള്ളേ നോക്കട്ടെ. തള്ളവിടെ ഉണ്ടാവും. ഇല്ലെന്ന് തോന്നുന്നു. ചിരിയൊക്കെ കേൾക്കുന്നുണ്ട്. തള്ളവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നണം. പോയി തുറക്കണോ?
പയ്യെ പോവാം. തുറക്കാം. പയ്യെ തുറന്നിട്ട് ഓക്കെ തുറക്ക വേഗം തുറക്കും. ഓ വരും പറഞ്ഞുകൊണ്ട് അയ്യോ പേടിച്ചു. തള്ള കണ്ടു. തള്ളക്ക് കണ്ണുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. തള്ളക്ക് എത്ര കണ്ണെന്ന് കണ്ടുകൂടാ ഗൈസ്. പാവമില്ലേ, പാവം തള്ള. നോക്കിയിട്ട് പോന്നു. തള്ള ഇങ്ങനെ അങ്ങ് ജീവിച്ച് പോണ്. എന്തേന് പോവല്ലേ അങ്ങോട്ട് പോകാൻ അടിച്ചിട്ടുള്ള തള്ള കേട്ടോ. ഓ ട്രാപ്പൊക്കെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ഓ നടക്കണ പണി തന്നെ മോനെ. ഇതെങ്ങനെ പോവും? ഇത് ഇങ്ങനെ പോയി പയ്യെ പോകണം. പയ്യെ ഓക്കെ പോയി. പയ്യെ കയറി. ഇനി ഓടിഞ്ഞ മണ്ടയിൽ ഉണ്ടെങ്കിൽ നോക്കാം. സെൻട്രീന് അവിടെ പോണ വഴി ഏതായിരുന്നു മറന്നും പോയി. പണ്ടങ്ങനെ കളിക്കുന്നില്ല ഞാൻ. അവിടെ കാക്കിരി കൊണ്ട് അവിടെ നോക്കാൻ രാശിയില്ല. ഇവിടെ ചാടുക, പയ്യാടുക, അല്ലെങ്കിൽ കല്ലും കഴിയും കുടിക്കാതിരുന്നു. അപ്പോൾ പിഞ്ഞു എണീറ്റിട്ട് എത്തി നോക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ ക്രോബാർ വേണം. ഇവിടത്തേക്ക് സാധനം എന്തൊക്കെയോ നോക്കട്ടെ. ഇവിടെ ക്രോബാർ വേണം. പിന്നെ ഇവിടെ പ്ലാങ്ക് വേണം. പ്ലാങ്ക് ഞാൻ മുറ്റത്തിട്ടിരിക്കുകയാണ്, മറന്നുപോയി. പിന്നെ നല്ല ഇവിടെ തുറന്ന് നോക്കുക. പിന്നെ ഈ ടേബിളിൻ്റെ മണ്ടേ ചാടുക. കറക്റ്റ് ആവണം. ഇത് പാളിപ്പോയത്. റെഡി 1 2 3 1 2 1 2 1 2 1 2 ചടിക്കോ 3 ഓക്കെ അടിക്കോ. ഓക്കെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ. ഇവിടെ ചിലപ്പോൾ ടെഡി ഇരിക്കാൻ ചാൻസ് ഉണ്ട്. ടെഡി ഉണ്ടോ? ടെഡി ചിലപ്പോൾ ഉണ്ടാവും. യെസ് ടേസ്റ്റ് നമുക്ക് ടെഡി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനോട് ചാടാം. തള്ളയോ തള്ള വന്നില്ലേ? പാവ എടുത്തതിൻ്റെ സൗണ്ടാണ് കേട്ടത്. ഇത്രയും പവറായി പാവയ്ക്ക്. ഒന്നാലും ഇവിടെ തുറമുടിച്ചിരുന്ന പാവ. ഈ പാവയ്ക്ക് എന്തിനാണ് സെൻട്രീനിക്ക്? സെൻട്രീന ഇവിടെ ഇല്ല, എന്തായാലും മരിച്ചു പോയി. പ്രേതമായിട്ടിരിക്കുകയാണ്. ഗ്രാൻഡ് മാത്രമേ ഉള്ളൂ. മോള് മരിച്ചു പോയി. അതുകൊണ്ട് സെൻട്രീന ഇങ്ങനെ മാഞ്ഞ് കളിക്കുന്ന പ്രേതം. എന്നാൽ ഇവിടെയൊക്കെ ഫോട്ടോയൊക്കെ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നവംബർ മാസത്തിൻ്റെ പകുതിക്ക് എത്തുമ്പോൾ 300 സബ്സ്ക്രൈബ് പഠിക്കണം. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് ഈ വീഴുന്ന ദിവസം ദിവാലിയാണ്. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ദിവാലി. ഓക്കെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇവിടെ പാൻ ഇരിപ്പുണ്ട്. ഇവിടെ ബാരൽ ഫുൾ ഓഫ് വാട്ടർ. ഓക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കുള്ള സബ്സ്ക്രൈബറെ, അതായത് എംഡുട്ടൻ പറഞ്ഞൊരു ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇത് എംഡുട്ടൻ എല്ലാ വീഡിയോയിലും ഒന്ന് കമൻറ്റ് ചെയ്യണമെന്നുണ്ട് ഗ്രാൻഡി 3 കളിക്കാൻ. അപ്പോൾ നമ്മൾ കളിച്ച് നോക്കിയതാണ്. ഇനി അടുത്ത് നമുക്ക് ഗ്രാണി ചെയ്ത് നോക്കാം. ഗ്രാണി മൾട്ടിപ്ലെയർ നോക്കാം. അതായത് ചെറിയൊരു GM GMും ആ ഗ്രാണി കളിക്കാനൊരു പ്ലാനുണ്ട്. നമുക്ക് സെറ്റാകാം. ഓക്കെ ഇവിടെ ആരുമില്ല. പാവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെപ്പൻ കീ ഓൾറെഡി കിട്ടി കേട്ടോ ഗൈസ്, അത് പറയാൻ മറന്നുപോയി. വെപ്പൻ കീ കിട്ടി. കള്ള വരുന്നുണ്ടോ? വരുന്നുണ്ടല്ല. ഡോർ പറഞ്ഞുകൊണ്ട് വരുന്നു. വന്നില്ല. അതായിരുന്നു കുലു ചുക്കു. എന്നാ പാവണോ? പാവ അയ്യോ പാവ കുലു പോയോ. ഓക്കെ തള്ളേ പോ. ഇവിടെ ഒന്നുമില്ല. പോ നശിച്ചത്തള്ളേ പോ. നാട് കുണിങ്ങനെ വന്നോളും. കോൺക്രീറ്റ് ഡ്രസ്സ് ഇട്ടുണ്ട്. പോ അങ്ങോട്ട് മനുഷ്യൻ മെനക്കിടത്താൻ. പോ ഇറങ്ങിപ്പോ. ഞാൻ തള്ള ഇറക്കി വിട്ടു ഗൈസ്. കുറച്ച് കഴിച്ചത് തള്ളാണ് ട്രാപ്പിട്ടോണ്ടിരിക്കുകയാണ് ഇവിടെ. നടന്ന് പോകുന്നുണ്ട്. ഓടിക്കോ.
ഓടിക്കോ ഞാൻ പയ്യപ്പോടാ ദേശത്ത് വഴി അറിയാന്ന്. ഓടിച്ചോ കണ്ടം വഴി ഓടിക്കോ. മണ്ടയിലോട്ട് ഓടണ്ട, താഴോട്ട് ഓടിയാൽ മതി. ഇങ്ങനെ പോയി ഇവിടെ തുറന്നു. ഇത് നമ്മൾ ഇടക്കളില്ലേ, നേരത്തെ നോക്കിയ സ്ഥലമാണല്ലോ. ഇവിടെ ഒന്നുമില്ല, പറ്റിപ്പ്. ഇവിടെ ഒന്നുമില്ല, കുഷനൊന്നുമില്ല. ഓക്കെ ബൈ ബൈ. പറ്റിപ്പ്, ഫുള്ള് പറ്റിപ്പ് ഗൈസ്. ഈ ഗെയിമായി പറ്റിപ്പാണ്. ഇവിടെ സേഫ് കീ ആണ് തോന്നുന്നത്. തന്നെ സേഫ് കീ തന്നെ. എനിക്ക് വെപ്പൻ കീ എവിടെ എടുക്കേണ്ടത് അറിയൂടെ ഗൈസ്. ഞാൻ കുറേ റൂമിൽ തോക്കുന്നു വെപ്പൻ കീ എവിടെയൊന്നും. വെപ്പൻ കീ കിട്ടി, പക്ഷേ വെപ്പൻ കീ വെക്കേണ്ട തുറന്ന സ്ഥലം വയ്ക്കേണ്ടത്. എനിക്ക് കീ കല്ലെടുക്കാനേ തള ഭയങ്കര പാടാ ഗൈസ്. ഒരു കല്ല് കാണാൻ പറ്റൂല. ഇത് ഭയങ്കര കഷ്ടം തന്നെയാണ്. തള്ള വരുന്ന സൗണ്ടല്ലേ ഞാൻ കേട്ടത്. അതാ വന്ന്. ഞാൻ തൊള്ളയെ കണ്ടില്ലായിരുന്നു കേട്ടാ. സോറി കേട്ടാ. പൊച്ച നടക്കത്തില്ല പോട്ടോ. പൊച്ച അയ്യേ തല തമ്മിൽ പോയേ. പോയി കൈ തമ്മിൽ പോയേ. തല തമ്മിൽ പോയേ. ഏ പോളേ. ഇവിടെ വേറെ പണിയില്ലേ? തള്ള പോയെന്നാ തോന്നണം. ഇറങ്ങാവോ? കുറച്ചൊരു വെയിറ്റ് ചെയ്തിട്ട് തള്ളാടെ വിളിച്ചിരിക്കും. എനിക്ക് പേടിയായി. എനിക്ക് നെഞ്ചിടിക്കുന്നു. ഇത് ഭയങ്കര പാടാണ്. എൻ്റെ നെഞ്ചിടിക്കുന്നു. മോനെ ഇറങ്ങി. ഓക്കെ ബൈ. തള്ളയില്ലല്ലോ. ഓടിക്കോ. അയ്യോ ഡ്രോപ്പായി ഗൈസ്. പേടിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.